ഹലോ. അല്ല, ഇന്ന് സത്യമാഷല്ല, ഞാൻ തന്നെയാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു 3 വീഡിയോസിലായിട്ട് ഗണിതശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ജനറൽ ഇൻസ്ട്രക്ഷൻസും ഏതൊക്കെ ഐറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഓരോ ഐറ്റങ്ങൾ എടുത്തു വെച്ച് അതിലെന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് റൂൾസ് എന്നുള്ളത് പഠിച്ചു. മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ മൂല്യനിർണ്ണയം എങ്ങനെയാണ്, അതിനെന്തൊക്കെ പോയിന്റ്സ് ആണ്, ഓരോ ഐറ്റത്തിനും ഏതൊക്കെയാണ് പോയിന്റ്സ്, എത്ര വീതമാണ് ഓരോന്നിനും പോയിന്റ്സ് കൊടുക്കുന്നത് എന്ന് നമ്മൾ നോക്കി. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ജഡ്ജസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, എങ്ങനെയാണ് ജഡ്ജസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് ഗെയിം എന്ന് തുടങ്ങാം. ഗെയിം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു കളിയാണ്, നമ്മൾ കളിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം മിക്കവാറും ജഡ്ജസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞു എന്താണ് ഈ ഗെയിം എന്നുള്ളത് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതാണ് ഗെയിം, ഇന്നതൊക്കെയാണ് റൂൾസ്, ഇങ്ങനെയാണ് കളിക്കുക എന്ന് പറയാം. ഓക്കെ, അപ്പൊ മേ ബി ആ ഒരു ഇപ്പൊ ഡൈ ആണെന്നുണ്ടെങ്കിൽ 1-2 തവണിട്ടിട്ട് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് 2 3 മൂവ് അവർ ചെയ്ത് കഴിഞ്ഞാൽ പറയും ഇനി എങ്ങനെ ഇയാൾ ജയിക്കുക എന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് ജയിക്കുന്നതിന്റെ റൂൾസ് എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യും? എന്താണ് ഇത് പഠിക്കാനുള്ള ആശയം, എന്താണ് ഇതിന്റെ പഠിക്കാനുള്ള ആശയമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതായിരിക്കും ചോദിക്കാം. അവ എന്ത് പറയാ? ഓക്കെ, ഇന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് പഠിക്കാനുള്ളത്, ഇന്ന ആശയങ്ങൾ ഈ ഗെയിം കളിക്കുന്നതിലൂടെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാകും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, പിന്നെ ആശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമായിരിക്കും. എന്ത് ആശയമാണോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. ഓക്കെ, ഇത് തന്നെയാണ് പസിലിനും സംഭവിക്കുക. പസിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ എന്താണ് പസിൽ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയും. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാം നമ്മൾ. ഓക്കെ, എന്താണ്, എന്നിട്ട് അവർ കുറച്ചിങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്യായിരിക്കും. ഓക്കെ, ഇതിങ്ങനെ എന്നൊക്കെയുള്ളത്. എന്നിട്ട് നിങ്ങളുടെ തന്നെ ആൻസർ പറയാൻ വേണ്ടി ചോദിക്കുമായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. ഓക്കെ, അപ്പൊ ആൻസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഓക്കെ, ഇന്നത് എന്നാണ് ആൻസർ, ഇന്നതാണ്, ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്, ഇന്നത് കൊണ്ടാണ് ആ ആൻസർ കറക്റ്റ് ആവുന്നത് എന്നുള്ള ആ രീതി പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ഒബ്വിയസ്ലി ഇത് പാഠഭാഗമായി എന്താണ് ബന്ധം എന്നുള്ളതായിരിക്കും. അപ്പൊ പാഠഭാഗമായി ബന്ധം, എന്താണ് ഇതിന് ബന്ധമുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കാം. എല്ലാത്തിനും എന്റെ അവസാനത്തെ ചോദ്യം അതായിരിക്കും, എന്താണ് പാഠഭാഗവുമായി ബന്ധമുള്ളത്. അത് ഉറപ്പായി ചോദിക്കും. അത് ഏത് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ എന്താണ് പാഠഭാഗവുമായി ബന്ധപ്പെടുന്നത് കൃത്യമായിട്ട് അവർ ചോദിച്ചിരിക്കും. അപ്പൊ അത് കറക്റ്റായിട്ട് പറയാൻ പറ്റണം. ആ പാഠം നിങ്ങൾക്ക് തറവായി അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ പാഠം തിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ ചോദിച്ചു ഉറപ്പാണ്. ഓക്കെ, അതാണ് അവരുടെ തുറുപ്പ് ചീട്ട് എന്ന് പറയുന്ന സാധനം. ആ പാഠവുമായി ബന്ധം എന്നുള്ളത് അതെന്തായാലും കൃത്യമായി അറിഞ്ഞിരിക്കണം. ആ പാഠവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉറപ്പായും ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എത്ര നന്നായി പ്രസന്റ് ചെയ്തു, എത്ര നല്ല പസിലാണ് നിങ്ങൾ ചെയ്തതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ പാഠത്തുനിന്ന് ചോദിക്കുന്ന, ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ജഡ്ജസിന് ഉണ്ടാകുന്ന ഇംപ്രഷൻ, ഈ കുട്ടിക്ക് പഠിക്കാനുള്ള പാഠം അറിയത്തില്ല എന്നിട്ടാണോ ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊരു ഇംപ്രഷനാണ്. ഓക്കെ, അപ്പൊ അത് മൊത്തത്തിൽ നിങ്ങളുടെ ആ ഒരു മാർക്കിനൊക്കെ ബാധിക്കും. അതുകൊണ്ട് അത് കൃത്യമായി അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഒരു വർക്കിംഗ് മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനിപ്പോ +1 പക്ഷെ ഇത് +2 പഠിക്കാനുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് +2 ആണെങ്കിൽ കൂടെ ആ ടോപ്പിക് മൊത്തം ഇരുന്ന് പഠിച്ചിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യാൻ പോയത്. അപ്പൊ അവരെന്ത് ചോദിച്ചു, നീ +1 അല്ലേ, ഇപ്പൊ നിനക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു സാറ് ചോദ്യം ചോദിച്ചിട്ടാണ് ഏത് വേണമെങ്കിലും ആൻസർ ചെയ്യാം. അപ്പൊ അവർ ചോദിച്ചതിനൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഓക്കെ ഇറ്റ്സ് ഓക്കെ, ശരി, കുട്ടിക്ക് അറിയാം എന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ നിങ്ങൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നിങ്ങൾ 7ലെ ടോപ്പിക്കാണ് അവതരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 7ലെ ആ ടോപ്പിക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. 7ലെ മൊത്തം പാടൊന്നും പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. 7ല് നിങ്ങൾ നിങ്ങൾ എന്ത് ഐറ്റം അവതരിപ്പിക്കുന്നു ആ കണ്ടന്റ് നിങ്ങൾക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ പ്യൂർ ആൻഡ് അപ്ലൈഡ് കൺസ്ട്രക്ഷൻ ടോട്ടലി വേറൊരു രീതിയിലാണ് ജഡ്ജ്മെന്റ് നടക്കുക. ജഡ്ജസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇതെന്താണ് ഐറ്റം ചോദിക്കും. അപ്പൊ ഇന്നതാണ് ഇതിന്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് വരച്ചത് എന്നാണ് ചോദിക്കുക. ഓക്കെ, അപ്പൊ മോസ്റ്റ് പ്രോബ്ലം നിങ്ങളോട് സ്റ്റെപ്പായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് പറയുക. അപ്പൊ ആ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഓക്കെ, ഞാൻ ആദ്യം ഒരു വൃത്തം വരച്ചു, ഇത്ര റേഡിയസിൽ നിന്ന് ഒരു സർക്കിൾ വരച്ചു, അതിന് ഞാൻ ഇതിന്റെ ടാൻജന്റ് വരച്ചു, അത് ചേർത്ത് ഞാനൊരു ട്രയാങ്കിൾ ഉണ്ടാക്കി. അപ്പൊ അവർ ചിലപ്പോൾ ചോദിക്കും അപ്പൊ ഇതെങ്ങനെ ട്രയാങ്കിൾ ആയത്, ഇതിവിടെ ജോയിൻ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ നിർത്തി ആ സ്റ്റെപ്പിൽ നിങ്ങളെ നിർത്തിയായിരിക്കും ചോദ്യം ചോദിക്കാൻ പറ്റും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ജഡ്ജ്മെന്റിന് പോയപ്പോൾ ഫസ്റ്റ് ഒരു കുട്ടി ഞാൻ എന്തൊരു പാരബോള വരച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, UP ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി പാരബോള എന്ന് പറയുന്നത് ഇങ്ങനെ വട്ടത്തില് ഒരു ഷേപ്പാണ്. അപ്പൊ അതങ്ങനെ ഒന്നും വരയ്ക്കാൻ പറ്റില്ല, നമുക്ക് കൈ വെച്ചിട്ട്. അപ്പൊ കുട്ടി ഇത് വരച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു കുട്ടി കൈ വെച്ചിട്ട് പാരബോള വരയ്ക്കുക, ഇത് എന്തുകൊണ്ട് പാരബോളയായി, ഇതെങ്ങനെ ഇത് വരച്ചു എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് ആദ്യം തന്നെ ചോദിച്ചത്.
അപ്പൊ ആ കുട്ടിക്ക് പറയാൻ പറ്റിയില്ല ഇത് എന്തുകൊണ്ട് പാരബോള ആകുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ തന്നെ ആ കുട്ടിയുടെ മാർക്ക് അവിടെ കുറഞ്ഞു പോയി. അപ്പൊ നിങ്ങൾ എന്ത് വരയ്ക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് കറക്റ്റായി അറിയണം എന്തിനാ ഇത് ചെയ്തത് എന്നുള്ളത്. ഓക്കെ, ഒരു കുട്ടി എന്ന് പറഞ്ഞു ഞാൻ ഇതിന് ഈക്വൽ ആയിട്ട് ഇവിടെ ഒരു ആർക്ക് വീശിയോ, നമ്മൾ വെച്ചാൽ എന്തിനാ അത് വീശിയിരിക്കുന്നത്. അപ്പൊ ആ കുട്ടിക്ക് അത് പറയാൻ പറ്റിയില്ലെങ്കിൽ ഡ്രോപ്പ്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അത് എന്തിനാണ് നിങ്ങൾ അത് ചെയ്തത്, ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്താണ്, എന്ത് വരയ്ക്കുമ്പോഴും അത് കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഹൈപ്പർബോള വരച്ചു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ഹൈപ്പർബോള ആകുന്നു എന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കണം. അതാണ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കൺസ്ട്രക്ഷനിലെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റൂൾസ് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. പ്യൂർ കൺസ്ട്രക്ഷനിൽ എന്തില്ല, നമുക്ക് സ്കെയിലില്ല, നമുക്ക് റൂളർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ 3 സെന്റിമീറ്റർ അളവ് വരച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. വൈ? കാരണം നമുക്ക് 3 സെന്റിമീറ്റർ അളക്കാൻ നമ്മുടെ കയ്യിൽ എക്യുപ്മെന്റ് ഒന്നുമില്ല. അപ്പൊ ഒരു കുട്ടിക്ക് ഒരിക്കലും എന്ത് പറ്റില്ല, 3 സെന്റിമീറ്റർ നേരെ വരയ്ക്കാൻ പറ്റില്ല അതിനകത്ത്. അപ്പൊ അത്തരത്തിലുള്ള അതും ശ്രദ്ധിക്കണം. റൂൾസ് വളരെ നിർബന്ധമാണ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കൺസ്ട്രക്ഷനിൽ, അതും കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ അതിന്റെ ജഡ്ജ്മെന്റ് എങ്ങനെയാണ് വരിക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നും പറഞ്ഞു കൊടുക്കുക, അവിടെ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് യൂഷ്വലി വരിക. അല്ലാണ്ട് ഫൈനൽ പ്രൂഫിനേക്കാൾ ഇതാണ് അവർ കൂടുതലും ഇത് ഫോളോ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ചാർട്ടുകളാണ്. ജോമെട്രിക്കൽ ചാർട്ട് എങ്ങനെയാണ് അതിന്റെ ജഡ്ജ്മെന്റ് എന്ന് ഓൾറെഡി നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ചാർട്ടും അതർ ചാർട്ടും യൂഷ്വലി അവർ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഓരോ ചാർട്ടും എടുത്തു വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. എന്താണ് ഇപ്പൊ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്പർ പാറ്റേൺ എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ചോദിക്കും കേട്ടോ. ചിലത് നമ്പർ ചാർട്ടിലൊക്കെ മോസ്റ്റ് പ്രോബബ്ലി ആപ്ലിക്കേഷൻസ് ചോദിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ അതർ ചാർട്ടിലും ഇപ്പൊ ഒരു കൺസെപ്റ്റ് ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻസ് പറയാൻ ചാൻസ് കൂടുതലുണ്ട്. ഇനി ഏതെങ്കിലും ഗണിത ശാസ്ത്രജ്ഞന്മാരെ പറ്റിയൊക്കെ ഉള്ളതാണ് പറയുന്നതെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ചാർട്ടിലുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഞാൻ പറഞ്ഞു, കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് റിലേറ്റഡ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ സ്റ്റിൽ ആൻഡ് വർക്കിംഗ് മോഡലിലാണ് ഏറ്റവും എന്താ പറയാ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുക. എന്തും ചോദിക്കും അവര് സ്റ്റിൽ ആൻഡ് വർക്കിംഗ് മോഡലിൽ. ഓക്കെ, എന്തും ചോദിക്കുക. അതായത് നമ്മൾ ഇന്ന് ഐഡിയയിലാണ് മോഡൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വർക്കിംഗ് മോഡലാണെന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങൾ പറയുന്നത് ഇത് ഈക്വൽ വോളിയം ആണ്, ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനറിയും. ഓക്കെ, അപ്പൊ ചോദ്യം വരാൻ തുടങ്ങും. ഓക്കെ, ഇതെന്തുകൊണ്ട് ഇതിങ്ങനെ, ഇതെന്തുകൊണ്ട് അങ്ങനെ, എന്തിനാണ് ഇങ്ങനെ ഒഴിച്ചിരിക്കുന്നത്, എന്താണ് ഇത് ചെയ്യുന്നത്, ഇതിന്റെ ഇടയ്ക്ക് കുറെ ഹോളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എങ്ങനെ ഇത് ഒഴിച്ച ഈക്വൽ ആവും, അങ്ങനെ തിരിച്ചും മറിച്ച് ഒക്കെ ചോദ്യം ചോദിക്കുന്ന സ്ഥലമാണ് വർക്കിംഗ് മോഡലും സ്റ്റിൽ മോഡലും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഒരു ടീച്ചർ ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടീച്ചറിന്റെ അടുത്ത് ഇതെന്താ ടീച്ചർ അങ്ങനെയാണ്, അതെന്താ ടീച്ചർ അങ്ങനെയാണത് കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിട്ട് വേണം പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്ത് ചോദിക്കും അതിനകത്ത് കൺസെപ്റ്റ് ഒന്നും ചോദിച്ചോളണം ഒരു നിർബന്ധമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഒക്കെ ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതിന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാത്തിനും ജനറലി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായും ആ കൺസെപ്റ്റ് കൃത്യമായി പഠിച്ചിരിക്കുക. എന്താണോ നിങ്ങൾ അവതരിപ്പിക്കുന്നത് ആ കൺസെപ്റ്റ് വളരെ കൃത്യമായി പഠിച്ചിരിക്കുക. അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുമെന്ന കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഇതെനിക്ക് അറിയാം, ഇതിൽ നിന്ന് എന്ത് ചോദിച്ചാലും ഞാൻ പറയും എന്നുള്ളൊരു കോൺഫിഡൻസ് എത്തിക്കഴിഞ്ഞ് പിന്നെ അവർ ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ചിലപ്പോൾ ആലോചിച്ചാൽ കിട്ടുന്നേ. അല്ലെങ്കിൽ ഇപ്പൊ അവർ ചോദിച്ചാൽ ഭയങ്കര ടഫ് ചോദ്യം ചോദിച്ചിട്ട് നമുക്കത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ ആയിരുന്നു, പക്ഷെ ഈ സാധനം എനിക്ക് അറിയില്ല സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അവർ ഇംപ്രസ്ഡ് ആവും. കാരണം ഇത്രയും അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. ചിലപ്പോൾ അവർ ഔട്ട് ഓഫ് സിലബസ് ഒക്കെ ചോദിക്കും, ഓക്കെ അറിയാവോ എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് ചുമ്മാ. അപ്പൊ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ പാനിക്കാവേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ പാഠത്തിൽ നിന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റണം. എന്ന് വെച്ചാൽ പാഠം അങ്ങനെ പഠിച്ചിട്ട് എക്സസൈസ് ചെയ്യുക എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പൊ എന്താണ് ഞാൻ പറയുന്നത്, ഓക്കെ ഒരു സർക്കിളിന്റെ ഏരിയ πr² ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു മോഡലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ പൈ എന്താന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം, r² എന്താന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം, പൈന്റെ വാല്യൂ എത്രയെന്ന് അറിഞ്ഞിരിക്കണം, ആരാണ് പൈ കണ്ടുപിടിച്ചതെന്ന് അറിഞ്ഞിരിക്കണം, എന്തുകൊണ്ട് ഇത് ഇങ്ങനെയാവുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് യൂഷ്വലി ചോദ്യങ്ങൾ ഉണ്ടാവുക. പിന്നെ ഇതൊക്കെ യൂഷ്വലി ജഡ്ജസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതല്ലാത്ത ഓരോ ജഡ്ജസിനും ഓരോ യൂണീക് സ്റ്റൈൽ ഉണ്ട്. അവർ ചിലപ്പോൾ തിരിച്ചും മറിച്ചും അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്.
ചില ആൾക്കാരൊക്കെ നല്ല രസമായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ കുറച്ച് കുട്ടി കുറച്ച് കഷ്ടപ്പെട്ട് വിചാരിച്ച് കുറച്ച് കട്ടി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സാറന്മാരൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളുടെ ഒരു ക്ലാസ് ടീച്ചറാണ് നിങ്ങളല്ലേ, മാത്സ് ടീച്ചറാണ്, അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള ടീച്ചർ ഏതാണ് ആ ടീച്ചറാണ് മുന്നിൽ വന്നിരിക്കുന്നത് എന്നുള്ളൊരു വിചാരത്തിൽ അത് പറഞ്ഞാൽ മതി. ഓക്കെ, ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പൊ നോക്കാം. നിങ്ങൾ നിങ്ങളുടെ ഐറ്റത്തിൽ കോൺഫിഡന്റ് ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പൊ അത്രയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അത്രയൊക്കെ തന്നെയാണുള്ളത്. പിന്നെ പ്രൊജക്ട് എന്ന് പറയുന്നത് അത് പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ ഏത് ഐറ്റമാണോ പ്രസന്റ് ചെയ്യുന്നത് ആ ഐറ്റത്തിന്റെ ചോദ്യങ്ങളാണ് അവർ ചോദിക്കുക. അത് കുറച്ചും കൂടെ ഡീപ്പ് ലെവലിലായിരിക്കും ചോദിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഏത് ഐറ്റം അവതരിപ്പിക്കുന്നോ അത് പബ്ലിക് സിലബസ് ഒരു ഐറ്റം ആയിരിക്കുമല്ലോ മോസ്റ്റ് പ്രോബബിൾ. അപ്പൊ ആ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. പ്രൊജക്റ്റിൽ എപ്പോഴും ഫസ്റ്റ് സെക്കൻഡ് വ്യത്യാസം വരുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിനനുസരിച്ചാണ്. അവരൊരു 10 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ 10 പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഫസ്റ്റ് വരും. അതിൽ വേറെ ഫാക്ടേഴ്സ് ഒന്നും അങ്ങനെ എഫക്ട് ചെയ്യാറില്ല. കാരണം എത്രത്തോളം നന്നായി കുട്ടിക്ക് ഇത് പഠിച്ചു എന്നുള്ളതാണ് അതിനകത്ത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു വഴി. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക നിങ്ങൾ എന്താണ് പ്രൊജക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അത്രയാണുള്ളത്. ഇതല്ലാത്ത ഒരു ഐറ്റം കൂടി ഉണ്ട്. ആക്ച്വലി നമുക്ക് കുറച്ച് ഐറ്റങ്ങൾ ഉണ്ട്. ഗണിത ക്വിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അത് ശാസ്ത്രമേളയുടെ കൂടെ അല്ല നടക്കും. സ്കൂളിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്സ് ക്വിസ് അനൗൺസ് ചെയ്യും. അപ്പൊ അത് സ്കൂളിൽ നടത്തും. പിന്നെ സബ് ജില്ല അത് വേറൊരു ദിവസമാണ് നടക്കുക. ഇതിന്റെ ഭാഗമാണെന്നേ ഉള്ളൂ, വേറൊരു ദിവസമായിരിക്കും നടക്കുക. അപ്പൊ മാത്സ് ക്വിസ് ഭയങ്കര രസമാണ്. സയൻസ് പോലെ അല്ല മാത്സ് ക്വിസ് ഉണ്ടാവുക. ബൈഹാർട്ട് പഠിച്ച് ഓർത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഉണ്ടാവുക. അപ്പം ഒരു ചോദ്യം തരും, അപ്പം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, കുറച്ചും കൂടെ രസമാണ് മാത്സ് ക്വിസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പങ്കെടുത്ത് നോക്കാം. പിന്നെ ചില സെമിനാർസ് ഉണ്ട്, പേപ്പർ പ്രസന്റേഷൻസ് ഒക്കെ ഉണ്ട്. ഭാസ്കരാചാര്യ സെമിനാർ, രാമാനുജൻ പേപ്പർ പ്രസന്റേഷൻ, അങ്ങനത്തെ ഒക്കെ കുറച്ച് ഐറ്റങ്ങളുണ്ട്. അതും ഇതിന്റെ കൂടുതലാണ് നടക്കുക. പക്ഷെ ശാസ്ത്രപരമായിട്ട് ഡയറക്റ്റ് ഒരു കണക്ഷൻ ഉണ്ടാവാറില്ല. അപ്പൊ അങ്ങനത്തെ ഐറ്റങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പങ്കെടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ് ഗണിതശാസ്ത്രമേളയുടെ ഏതെങ്കിലും ഒരു ഐറ്റം. നല്ല രസമാണ്. കുറച്ചും കൂടെ രസമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ജോമെട്രിക്കൽ പാറ്റേൺസ് കാണുമ്പോൾ ഒരു രസം ഉണ്ടല്ലോ, ആ ഒരു ഭംഗി നിങ്ങൾക്ക് മാത്സിന് ഫീൽ ചെയ്യും. ഈ ഒരു ഏതെങ്കിലും ഒരു ഐറ്റം പങ്കെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ രസമായിട്ടൊക്കെ തോന്നും മാത്സ്. ഓക്കെ, ക്ലാസ്സിൽ ഇങ്ങനെ ഹോംവർക്ക് ചെയ്യുന്നതിനേക്കാൾ ഇതൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ രസമായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ എന്തായാലും ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിച്ചാൽ മതി. ഇതിന് മുന്നത്തെ ഒരു 3 വീഡിയോസ് ഉണ്ട് ഇതിന്റെ തന്നെ ബേസ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ.